വിജ്ഞാനത്തെ നെഞ്ചോട് ചേർത്ത അദ്ദേഹം സ്വന്തം വസതിയിൽ വലിയൊരു ലൈബ്രറി സ്ഥാപിക്കുകയുണ്ടായി. ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും വിവിധ ശാസ്ത്രകലയിലെ ഗ്രന്ഥങ്ങൾ ശേഖരിച്ച് പുഷ്ടിപ്പെടുത്തുകയുണ്ടായി. വൈദ്യശാസ്ത്രത്തിലും അസ്മായ ചികിത്സയിലും അത്യപൂർവങ്ങളായ ഗ്രന്ഥങ്ങൾ ശേഖരത്തെ സമ്പുഷ്ടമാക്കി. തന്റെ പിൻഗാമികളായി പണ്ഡിതരുണ്ടാകണമെന്ന വാശിയിൽ അബ്ദുള്ള, സഈദ് എന്ന പുത്രന്മാരെ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ചാരത്ത് പഠിക്കാൻ അയക്കുകയുണ്ടായി. ആ പരമ്പര സ്വപ്നം പൂവണി. സഈദ് മുസ്ലിയാരും പാണാവള്ളി അബ്ദുള്ള ദാരിമിയും വലിയ പണ്ഡിതരായി. പിതാവിന്റെ പാതയിൽ ചലിക്കാനും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാനും ദാരിമിക്ക് സാധിച്ചു. തൽഫലമായി പിതാവ് സ്ഥാപിച്ച ലൈബ്രറി പുഷ്ടിപ്പെടുത്തി വികസിപ്പിച്ചു. തന്റെ വീട് നിന്നിരുന്ന സ്ഥലത്ത് ദാറുൽ ഹിക്കം എന്ന പേരിൽ ഉന്നതമായ ഒരു മതഭൗതിക കലാലയം സ്ഥാപിച്ചു. അനവധി വിദ്യാർത്ഥികൾ അവിടെ നിന്നും പഠിച്ചിറങ്ങി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മലബാറിനെ അപേക്ഷിച്ച് വൈജ്ഞാനിക മുന്നേറ്റം കുറഞ്ഞ പ്രദേശമാണ് ആലപ്പുഴ ജില്ല. അവിടെ ഇരുന്നാണ് വരണ്ട ആകാശം നോക്കി മേഘങ്ങളെ സ്വപ്നം കാണാൻ ദാരിമി ശ്രമിച്ചത്. മികച്ച സംഘാടകനായ ദാരിമി ഉസ്താദ് അസ്മായ ചികിത്സയുടെ അകംപൊരുൾ ചികഞ്ഞ് ധൈഷണികമായ പുതിയ മേച്ചിൽപ്പുറം കണ്ടെത്തിയിട്ടുണ്ട്. തന്റെ പിതാവിൽ നിന്നും പിതാവിന്റെ ശൈഖുമാരിൽ നിന്നും നേടിയെടുത്ത പഴയ ജ്ഞാനപ്പൂക്കൾ പുതിയ ശൈലിയിലും ഭാവത്തിലും പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ അകത്തും പുറത്തുമായി ബിരുദധാരികളായ ആയിരക്കണക്കിന് ശിഷ്യരെ വാർത്തെടുക്കാൻ അദ്ദേഹം മിടുക്ക് കാണിച്ചിട്ടുണ്ട്. അന്ന് പാണാവള്ളിയിൽ ജനിച്ചവർ ഇന്ന് പഴുനാനയിൽ വാഴും പൂങ്കമ.